എൻ്റെ പേര് ഡ്രിഡ്സി ജോർജ്. ഞാൻ ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 17 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ കുടുംബസമേതം സ്ഥിരതാമസമായി കഴിയുന്നു. ഇവിടെ എറണാകുളം അങ്കമാലി രൂപതയിൽ പഴങ്ങനാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 26-നാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം 2022 ജൂലൈ 24-ന് എൻ്റെ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം എനിക്ക് ഓസ്ട്രേലിയയ്ക്ക് അവധി കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടതാണ്. ഞാൻ വല്ലാതെ വിഷമിച്ചു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആരോ പാസ്പോർട്ട് പോക്കറ്റ് അടിച്ചതായിട്ട് കരുതപ്പെടുന്നു. എൻ്റെ കെയർലെസ്നെസ് ആയിട്ടും ഞാൻ അതിനെ അംഗീകരിക്കുന്നു. കാരണം ഞാൻ ബസ്സിൽ അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ആരോ അത് പൈസയാണെന്ന് കരുതി എൻ്റെ കയ്യിൽ നിന്ന് എടുത്തതാണെന്ന് വിചാരിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി പിറ്റേ ദിവസം പോകുവാനായിട്ട് പാസ്പോർട്ട് റെഡിയാക്കാൻ നോക്കിയപ്പോൾ കാണുന്നില്ല. ഭയങ്കരമായിട്ട് കരഞ്ഞു. പറ്റുന്ന രീതിയിലെല്ലാം ബസ്സിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഷെയർ ചെയ്ത് നിമിഷങ്ങൾക്കകം ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്ത് ഒത്തിരി അന്വേഷിക്കാൻ ട്രൈ ചെയ്തു. ഫലമുണ്ടായില്ല. അങ്ങനെ ഞാൻ വിഷമിച്ച് തളർന്നിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി, ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, തീർച്ചയായും നിനക്ക് ലഭിക്കുമെന്ന്. എനിക്കത് ഭയങ്കര വിശ്വാസമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചേച്ചിക്ക് കോവിഡിൻ്റെ ക്ലൈമാക്സ് ടൈമിൽ 2020 കോവിഡ് വന്നിട്ട് 10-17 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് അത്ഭുതകരമായ വിധത്തിൽ രക്ഷപ്പെട്ടതാണ്. ചേച്ചി മരിക്കുമെന്ന് എല്ലാവരും ഉറപ്പ് പറഞ്ഞതാണ്. പക്ഷേ ചേച്ചിയുടെ ചേച്ചി ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ചേച്ചി എന്നോട് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സമയത്ത് കൃപാസന മാതാവ് വന്ന് പുതിയ ലങ്സ് നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ചേച്ചി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ പിറ്റേ ദിവസം എന്നെ വീണ്ടും വിശ്വാസക്കുറവ് പരീക്ഷിച്ചു. ഞാൻ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുമെന്ന് വിശ്വാസമുണ്ടെങ്കിലും വീണ്ടും വിശ്വാസക്കുറവ് എന്നെ പരീക്ഷിക്കാൻ തുടങ്ങി. ഞാൻ എത്രയും പെട്ടെന്ന് പുതിയ പാസ്പോർട്ട് ഉണ്ടാക്കാനുള്ള നടപടികൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ പഴയ പാസ്പോർട്ട് ക്യാൻസലായിപ്പോയി. അപ്പോൾ എൻ്റെ ബ്രദർ നല്ല ദൈവവിശ്വാസിയാണ്. അവൻ എന്നോട് പറയുകയുണ്ടായി, എടി നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതല്ലേ, മാതാവിന് സമയം കൊടുക്ക്, നീ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ. പക്ഷെ ഞാനത് സ്വീകരിച്ചില്ല. അങ്ങനെ ഞാൻ തലകും വിലകും ഓടി പുതിയ പാസ്പോർട്ടിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരുന്നു. മാതാവ് അത്ഭുതകരമായിട്ട് 8-ാം ദിവസം എൻ്റെ പാസ്പോർട്ട് തിരിച്ചു തന്നു. ഞാൻ കയറാത്ത ഒരു ബസ്സിൽ കിടന്ന് ഒരു ഡ്രൈവർക്ക് കിട്ടുകയും ആ ഡ്രൈവർ അത് തിരിച്ചു തരികയും ചെയ്തു. പക്ഷേ അതിനോടകം ഞാനിങ്ങനെ ക്ഷമ കാണിക്കാതിരുന്നത് കൊണ്ട്, വിശ്വാസക്കുറവ് കൊണ്ടും എനിക്കത് പ്രയോജനപ്പെട്ടില്ല. പക്ഷേ ഞാനത് വേറൊരു പാഠം അതിൽ നിന്ന് പഠിച്ചു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാവരും വളരെ ക്ഷമയോടുകൂടി മാതാവിൽ അൺകണ്ടീഷണലായിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കണം. അതിൻ്റെ ഫലം തീർച്ചയായും ഉണ്ടാകുമെന്ന് എന്നെ ഇത് വളരെ വലിയൊരു ലെസൺ പഠിപ്പിച്ചു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മമ്മി, ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് മമ്മിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ബ്ലഡിൽ ഇൻഫെക്ഷനായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ തിരിച്ച് ഓസ്ട്രേലിയക്ക് പോയിരുന്നെങ്കിൽ മമ്മിയെ നോക്കാൻ ആരും ഉണ്ടാകുമായിരുന്നില്ല. എൻ്റെ ഒരേ ഒരു ആങ്ങള ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഞങ്ങൾ എമർജൻസി ലീവിൽ തിരിച്ചിങ്ങോട്ട് വരേണ്ട വന്നേനെ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടത് എൻ്റെ കെയർലെസ്നെസ് കൊണ്ടാണെങ്കിലും ആ സങ്കടത്തിൽ മാതാവ് എന്നോട് കരുണ കാണിച്ചു. എനിക്ക് മമ്മിയെ നോക്കുവാനും അങ്ങനെയുള്ള ആ ഒരു ഇതിൽ ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് പാസ്പോർട്ട് നഷ്ടപ്പെട്ട സങ്കടമൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ ആളുകളും പറയാൻ തുടങ്ങി, കൊച്ചുകൂടെ ഉണ്ടായത് നന്നായി, മമ്മിക്ക് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായേനെ എന്ന്. അങ്ങനെ മാതാവ് എന്നെ ഒരുപാട് കംഫോർട്ട് ചെയ്തു ആ സമയത്ത്. പിന്നെ മമ്മിയുടെ കൂടെ ആയിരിക്കാൻ പറ്റിയതും എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുട്ടി, അവൾക്ക് 3 വയസ്സോ 4 വയസ്സോ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, അവൾക്ക് കാലിൽ കുറേ അരിമ്പാറയുണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോൾ 18 വയസ്സായി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒരു 2.5 വർഷം മുന്നെയാണ്. ഈ അരിമ്പാറയ്ക്ക് വേണ്ടി ഞങ്ങൾ കുറേ ചികിത്സ ചെയ്തു, ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ചികിത്സകൾ. പക്ഷെ ഒന്നും ഫലമുണ്ടായില്ല. ഞങ്ങൾ മലയാറ്റൂരൊക്കെ പോയി നേർച്ചയൊക്കെ നേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൊച്ചിനെപ്പോഴും ഭയങ്കര സങ്കടമാണ്, കാലിൽ നിറച്ച് അരിമ്പാറയാണ്, അത് മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം ഉടമ്പടി തൈലം തേച്ച് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ എന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മിക്കുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ അത് പോയില്ല, കുറച്ചുകൂടെ വേഴ്സാവുകയാണ് ചെയ്തത്.
അപ്പോൾ കൊച്ചിനത് മാറുന്നില്ല. കൊച്ചിനും എനിക്ക് സങ്കടമായി, ഇതെൻ്റെ മാതാവ് മാറ്റിത്തരാത്തേ. അങ്ങനെ ഈ 2-3 മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ ഈ തൈലം തേച്ച് കൊച്ചു പറഞ്ഞു എൻ്റെ കാലിൽ അരിമ്പാറ മാറുന്നില്ല, അമ്മ എന്നെ ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ട് തൈലം തേച്ചു. അപ്പം അത് കൊച്ചെന്നോട് പറഞ്ഞു, അമ്മയുടെ കൃപാസനം ഒന്നും വർക്കൗട്ട് ആകില്ല, കാരണം ഇത് ഓൾറെഡി കുറേ പ്രാവശ്യം ചെയ്തല്ലോ, ഫലമുണ്ടാകത്തോണ്ട് കൊച്ചും ഫ്രസ്ട്രേറ്റഡായി. അപ്പോൾ അവളുടെ ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് അവൾ പറഞ്ഞു ഇത് വർക്കൗട്ട് ആവില്ല എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് നീ സത്യമാതാവാണെങ്കിൽ എനിക്ക് ഇതിനൊരു ഫലം ഉണ്ടാക്കി തന്നെ, എനിക്ക് ഭയങ്കര വിഷമം നിന്നെ ഇച്ചിരി കൊച്ചാക്കി പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ എൻ്റെ ജോലിയിൽ വ്യാപൃതയായി, കൊച്ചിൻ്റെ വഴിക്ക് പോയി. 2 ദിവസങ്ങൾക്ക് ശേഷം കൊച്ചെന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കാല് നടന്നിട്ട് ഭയങ്കര ടയേർഡ്നെസ്സാണ്, ഒന്ന് മസാജ് ചെയ്ത് തരാമോന്ന്. ഞാൻ ഇച്ചിരി ക്രീം എടുത്ത് മസാജ് ചെയ്യാൻ വേണ്ടി കാല് തിരുമുമ്പോൾ ആ അരിമ്പാറകൾ അവിടെ കാണലില്ല, ഒരു പാട് പോലും ഇല്ലാതെ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി, കൊച്ചിനും ഭയങ്കര ഷോക്കായി. അത് ഞാൻ ഒരു വലിയൊരു അത്ഭുതമായിട്ട് കണക്കാക്കുന്നു. പിന്നെ 3-മത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് കുറേ വർഷങ്ങൾ, ഒരു 10-12 വർഷമായി എന്ന് തോന്നുന്നു, ഓസ്ട്രേലിയയിലെ ഒരു അലർജിയാണ്, ഹേ ഫീവർ. അങ്ങനെ എന്നും സ്ഥിരമായിട്ട് മൂക്കിൽ നിന്ന് വെള്ളം വരുമായിരുന്നു. അപ്പോൾ പുള്ളി ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ടു. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളം വരുന്നതുകൊണ്ട് അതിന് സ്പ്രേ ഒക്കെ അടിക്കണം, എങ്ങാനും മറന്നുപോയെങ്കിൽ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോഴും ഭയങ്കര പാടാ, അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അത്ഭുതകരമായിട്ട് ഉടമ്പടിയിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ ദിവസങ്ങൾ പ്രാർത്ഥിച്ച ശേഷം അത്ഭുതകരം എന്ന് പറയട്ടെ, ഒരു തോന്നൽ, പുതയ്ക്കുന്ന ബ്ലാങ്കറ്റ് 10-14 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ബ്ലാങ്കറ്റാണ്, അത് മാറ്റാനായിട്ട്. അങ്ങനെ മാറ്റിയപ്പോൾ ആ അലർജി പൂർണ്ണമായി സൗഖ്യമായി. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും എനിക്ക് നിയോഗങ്ങളിൽ ലഭിച്ചത്. പിന്നെ ഞാൻ സുവിശേഷ പ്രവർത്തനമായിട്ട് കൃപാസനം ഇംഗ്ലീഷ് പത്രം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ രോഗികൾക്ക്, ഞാൻ ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് ഞാനിങ്ങനെ 2 പേഷ്യൻ്റെങ്കിലും ടാർഗറ്റ് ചെയ്യും, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കണ്ടുപിടിച്ച് തരാൻ മാതാവിനോട് പറയും 2 പേര് ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അറ്റ്ലീസ്റ്റ് 2 രോഗികൾക്കെങ്കിലും കൃപാസനം പത്രം ഞാൻ കുറേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു ഭയങ്കരമായ ത്രില്ലെല്ലാം പറഞ്ഞ് ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ കാണുന്നവരോടെല്ലാം കൃപാസനത്തെ പറ്റി പറയാനായിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, എനിക്ക് ചമ്മലില്ലാതെ പറയാൻ പറ്റണേന്ന്. അങ്ങനെ ഞാൻ പരമാവധി ട്രൈ ചെയ്യും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ നേഴ്സാണ്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഏത് ഷിഫ്റ്റ് ആയാലും അരമണിക്കൂർ മുമ്പ് പോകുവാനായിട്ട് ട്രൈ ചെയ്യും. അത് എൻ്റെ ഓൺ ടൈമിൽ, സാലറി ഇല്ലാതെ ഓൺ ടൈമിൽ അരമണിക്കൂറെങ്കിലും മുമ്പ് പോകാനായിട്ട് ട്രൈ ചെയ്തിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അവിടെ ചെന്ന് ഞാൻ ഇൻചാർജിനോട് അനുവാദം ചോദിച്ചിട്ട് രോഗികളെ കാണും, അവരോട് കൃപാസനത്തെ പറ്റി പറയും, അതിനുവേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കും പറയാൻ പറ്റണേന്ന്. പിന്നെ മറ്റ് പാവപ്പെട്ടവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. അല്ലാതെ മറ്റുള്ളവരോട് ചോദിച്ചും പൈസയൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട്. പിന്നെ ഞാൻ വചനം വായിക്കാറുണ്ട്. സത്യം പറയട്ടെ, അരമണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ പരമാവധി ചിലപ്പോൾ അരമണിക്കൂർ കൂടുതലും വായിക്കാൻ ട്രൈ ചെയ്യും. പിന്നെ ദിവസവും കുർബാനയിൽ എന്ന് വെച്ചാൽ ഞാൻ നേഴ്സായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ഡ്യൂട്ടി മാറ്റി കിട്ടത്തില്ല. പക്ഷേ എൻ്റെ ഒരു വീഴ്ച കൊണ്ട് ഒരിക്കലും ഞാൻ കുർബാന മുടക്കില്ല. എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും നോണം കാണാൻ സാധിക്കും. ചിലപ്പോൾ ഡ്യൂട്ടിയുടെ കാരണം കൊണ്ട് മാറ്റി കിട്ടിയില്ലെങ്കിൽ അന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷേ അതാണ് പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തിയും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. എൻ്റെ ക്ഷമകേട് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട ഓസ്ട്രേലിയൻ പാസ്പോർട്ട് അത് ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ എൻ്റെ ക്ഷമകേട് കൊണ്ട് ഞാൻ വീണ്ടും ഓടി നടന്നു. എനിക്ക് നഷ്ടപ്പെട്ടത് കിട്ടി, പക്ഷേ എനിക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്, അതായത് പുതിയ പാസ്പോർട്ട് മാത്രമേ പിന്നീട് ഫലം ലഭിച്ചുള്ളൂ, അതിന് മാത്രമേ. അത് തൻ്റെ ക്ഷമകേട് കൊണ്ടെന്ന് പറയുമ്പോൾ നാം അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തരായിരിക്കുന്ന ഓരോ പ്രഭാതത്തിലും പുതിയതായ കർത്താവിൻ്റെ സ്നേഹം, അവിടുന്ന് വിശ്വസ്തനാണെന്നാണ് തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത്. ഈ മകൾ അത് മനസ്സിലാക്കുകയാണ്, താൻ ഉടമ്പടിയെടുത്ത മകളാണ്, ഉടമ്പടിയിലൂടെ എനിക്കത് ലഭിച്ചതാണ്, എന്നാൽ ഞാനാണല്ലോ അത് നഷ്ടപ്പെടുത്തിയത് എന്ന്
ഇന്നിപ്പോൾ ഇവിടെ ഏറ്റുപറയുമ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരമാണ്. അത് അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് 100 കണക്കിന് 1000 സാക്ഷ്യങ്ങളാണ് നമുക്കുള്ളത്. ഇന്ന് വീണ്ടും തനിക്ക് എന്തെങ്കിലുമൊക്കെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് നീണ്ടുപോയെങ്കിൽ അതൊന്നും പരിശുദ്ധ അമ്മ അറിയാതെയല്ല, ഈശോ അറിയാതെയല്ല. അതെല്ലാം തനിക്ക് ലഭിച്ചത് നന്മകളാണ് പിന്നീട് തനിക്ക് ലഭിച്ചത് എന്നുള്ളതിലൊക്കെ ഈ മകൾ തന്നെ തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുവാനൊക്കെ തനിക്ക് ലഭിച്ച സാഹചര്യങ്ങൾക്ക് നന്ദി പറയുന്നു. അതുപോലെ തൻ്റെ മകളുടെ രോഗസൗഖ്യവും അതുപോലെ ഹസ്ബൻഡിന് ലഭിച്ച രോഗസൗഖ്യവുമൊക്കെ പറയുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് തങ്ങൾ ഏറ്റവും വിശ്വാസപൂർവ്വം വിശുദ്ധിയോടെ ഓരോ മക്കളും ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് പിന്നീട് അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത്. എല്ലാറ്റിലും ഉപരിയായിട്ട് ഞാനൊരു നേഴ്സാണ്. ഇന്ന് ഒത്തിരി പ്രൊഫഷണൽ ലെവലിലുള്ളവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ നേഴ്സിംഗ് പ്രൊഫഷൻ അതൊരു പ്രൊഫഷൻ മാത്രമായിരുന്നു ഇക്കാലം അത്രയുമെങ്കിൽ ഇപ്പോൾ താൻ അരമണിക്കൂർ മുൻപേ പോകാൻ നോക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? ഇതെല്ലാം നാം കർത്താവിൻ്റെ പ്രേക്ഷിതരാകുന്നതിന് നാം തന്നെ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. അങ്ങനെ താൻ പേഷ്യൻസിനെ പോയി കാണുന്നു, ആ ഹോസ്പിറ്റലിൽ പ്രത്യേകം അനുവാദം ചോദിച്ച് പേഷ്യൻസിനെ കണ്ട് അവരോട് കൃപാസനത്തെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും താൻ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക, പറയുക, അതിനുവേണ്ടി സമയമെടുക്കുക, തൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. അവിടെ കൃപാസന പത്രം തനിക്ക് എപ്പോഴും കൊടുക്കാൻ സാധിക്കാത്തതിന് ഓരോ മക്കളും അവരുടേതായ രീതിയിൽ അവരെങ്ങനെയാണ് ആ സമയവും സാഹചര്യങ്ങളും അവർ പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന തിരിച്ചറിവുകളാണ്. നമുക്ക് അറിവുണ്ട്, എന്നാൽ തിരിച്ചറിവ് നമുക്കുണ്ടായെങ്കിലേ നമുക്ക് ഈശോയുമായിട്ടുള്ളൊരു ബന്ധത്തിൽ വന്ന് നമുക്ക് കൂടുതൽ ആത്മബലമുള്ളവരായി സ്വർഗരാജ്യം ബലവാന്മാർ പിടിച്ചടക്കുമെന്നാണ് തിരുവചനം പറയുക. ഈ ബലപ്രയോഗം എന്നുള്ളത് നമ്മോട് തന്നെയുള്ള ബലപ്രയോഗമാണ്. നാം ഇത്രയും നാളും ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത. അങ്ങനെ ആത്മീയ ജീവിതത്തിലും ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കുവാൻ, തൻ്റെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന മുടക്കുവാൻ ഈ മകള് അതിനു വേണ്ടി തുനിയുന്നില്ല, മാക്സിമം എഫേർട്ട് എടുക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം അത് തനിക്ക് ഇന്ന് ഏറ്റവും ആശ്വാസം നൽകുന്ന വേദപുസ്തകമായിട്ട് ഇന്ന് താൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഉണർവ് ലഭിച്ച് ഇന്ന് ലോകമെമ്പാടും കൃപാസന ശുശ്രൂഷകളിലൂടെ അനേകായിരം മക്കൾ ദൈവത്തിലേക്ക് അടുക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം, കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.